നമസ്കാരം, നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് പൊതുബസ്സുകളിൽ കയറുന്നവർ ശ്രദ്ധിച്ചാൽ ഒരു ചെറിയ മാറ്റം കാണാം. പലപ്പോഴും സ്ത്രീകൾ മുൻവശത്തെ ഡോർ ഒഴിവാക്കി പുരുഷന്മാർ സാധാരണ കയറുന്ന ബാക്ക് ഡോറിലൂടെ തന്നെ ബസ്സിലേക്ക് കയറുകയാണ്. സ്ത്രീകൾ കയറുന്ന സമയത്ത് പുരുഷന്മാർ ഒന്ന് മാറി നിൽക്കും. അതൊരു സ്വാഭാവിക മാന്യതയും മനുഷ്യ സഹജമായ പെരുമാറ്റവുമാണ്. പക്ഷെ അതിനുശേഷം കാണുന്ന അവസ്ഥ പലപ്പോഴും ചോദ്യം ഉയർത്തുന്നതാണ്. സ്ത്രീകൾക്കായി പ്രത്യേകമായി മാറ്റിവെച്ച സീറ്റുകൾ ഒഴിവായി കിടക്കുന്നുണ്ടെങ്കിലും ജനറൽ സീറ്റുകളുടെ ഭൂരിഭാഗവും സ്ത്രീകൾ തന്നെ കൈവശപ്പെടുത്തുന്ന കാഴ്ച സാധാരണമായിരിക്കുന്നു. പലപ്പോഴും ഓരോ സ്ത്രീക്കും ഓരോ സീറ്റ് എന്ന രീതിയിലാകുമ്പോൾ പുരുഷന്മാർക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരുന്നു. അനുവാദം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന്റെ യാത്ര നിൽക്കുന്ന യാത്രയാകും. ഇതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ മറ്റൊരു പ്രശ്നം കൂടി. ബസ്സിലുള്ള പലരും സ്ത്രീകളുടെ പക്ഷം പിടിക്കും. അപ്പോൾ വിഷയം പറഞ്ഞ പുരുഷൻ തന്നെ തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെടും. ഇങ്ങനെയൊക്കെ തുടർന്നാൽ നാളെ ബസ്സിൽ തിരശ്ശീലയോ ബോർഡോ വെച്ച് പുരുഷൻ സ്ത്രീ വിഭാഗം വേർതിരിക്കേണ്ടി വരുമോ എന്ന സംശയം പോലും തോന്നുന്നു. സമത്വം എന്നത് ഒരു പക്ഷത്തേക്ക് മാത്രം വളയേണ്ടതല്ല. സ്ത്രീകൾക്ക് പോലെ തന്നെ പുരുഷന്മാർക്കും മാന്യമായ യാത്ര ചെയ്യാനുള്ള അവകാശവുമുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് സമൂഹത്തിൽ നിരാശയും മാനസിക സമ്മർദ്ദവും കൂടി വർദ്ധിപ്പിക്കും. അതിനുള്ള ഉത്തരവാദിത്തം നമ്മളൊക്കെ പങ്കുവെക്കേണ്ടി വരും. സംശയമുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന ഒരു ബസ് ഒന്ന് ശ്രദ്ധിക്കൂ. മുൻവശം മുതൽ പിൻഭാഗം വരെയും സീറ്റുകളിൽ ഭൂരിഭാഗവും സ്ത്രീകൾ ഇരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.